നീന ഇത് നമ്മൾ എന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോണത് ബ്രെഡിന്റെ ഉള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഓയിലിട്ടിട്ട് നമ്മള് പൊരിച്ചിട്ട് എടുക്കും അല്ലെ. നീ കഴിച്ചു നോക്കിയിട്ടുണ്ടാ? നീന കഴിച്ചു നോക്കിയിട്ടില്ല. പക്ഷെ അമ്മ ഇന്ന് രാവിലെ ഉണ്ടാക്കിണ്ടായിരുന്നു അല്ലെ. പക്ഷെ നീന കഴിച്ചില്ല. എന്താ നീന കഴിക്കാണ്ടിരുന്ന എന്താ? നീനക്ക് അതിന്റെ ഉള്ളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നീനക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല. അപ്പൊ നീന കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലെ. അതിങ്ങനെ ചൂടോടുകൂടിയിട്ട് അങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ റെഡി ആക്കിയിട്ട് എടുക്കാനും വലിയ പാടൊന്നുമില്ല അല്ലെ. അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ടത്? അപ്പൊ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് വേണം. ബ്രെഡ് എടുക്കുമ്പോ ഏത് ടൈപ്പ് ബ്രെഡ് ആയിരുന്നാലും കുഴപ്പമില്ല അല്ലെ. പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് വൈറ്റ് ബ്രെഡാണ് കൂടുതൽ ഇഷ്ടം അല്ലെ. അപ്പൊ ഞങ്ങളിവിടെ വൈറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് മിൽക്ക് ബ്രെഡ് എന്ന് പറഞ്ഞ് കിട്ടില്ലേ, അതാണ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര എണ്ണം ഇതിനൊന്നിനാണ് കറക്റ്റ് ഇത്രയ്ക്ക് അളവൊന്നും വേണമെന്നില്ല. കാരണം നമുക്ക് എത്ര എണ്ണ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ബ്രെഡ് എടുക്കുക അല്ലെ. അതേപോലെ തന്നെ ചോക്ലേറ്റ് വേണം. ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്ര ഉണ്ടാകുന്ന അതനുസരിച്ചിട്ട് ചോക്ലേറ്റ് എടുക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇതേപോലത്തെ ചോക്ലേറ്റ്, വേറൊരു ചോക്ലേറ്റ് ഉണ്ടല്ലോ, എന്റെ പേരെന്താ, ഇതേപോലെ ബാറായിട്ട് കിട്ടുന്നത് മറ്റേ ഡയറി മിൽക്ക് അല്ലെ. ഡയറി മിൽക്ക്, ഇത് ഡയറി മിൽക്കിന്റെ പോലെ തന്നെ ചോക്ലേറ്റ് ആണ്. അപ്പൊ നട്ട്സ് ഉള്ള ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഡയറി മിൽക്കിന്റെ. അങ്ങനത്തെ ആയിരുന്നാലും കുഴപ്പമില്ല. ചോക്ലേറ്റ് ഏത് ടൈപ്പ് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കുക. മിൽക്ക് ചോക്ലേറ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക, ഡാർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് എടുക്കുക. അങ്ങനെ ഏത് ടൈപ്പ് ചോക്ലേറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പൊ ബ്രെഡും വേണം, ചോക്ലേറ്റും വേണം. പിന്നെ നമ്മൾ അതിന്റെ പുറത്ത് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് വേറെ എന്നിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റാം തേങ്ങ അല്ലെ. തേങ്ങ ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഒന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിന്റെ വെള്ളം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് നമുക്ക് ചൂടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിന് പകരം എടുക്കാം അല്ലെ. പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദ കുറച്ച് നല്ല തിക്കായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. കാരണം നമ്മള് ബ്രെഡിന്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഈ മൈദയുടെ പേസ്റ്റ് ആ ബ്രെഡിന്റെ മുകളിൽ നമ്മൾ തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഈ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ഇത് റോൾ ചെയ്തിട്ട് ഇത് പൊരിച്ചിട്ട് എടുക്കുന്നത്. മുട്ടയൊന്നും വെക്കില്ല, അതൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നു നോക്കിയോ. അപ്പൊ കുട്ടികൾക്കായിരുന്നാലും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുട്ടികളുടെ വല്ല പാർട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാം അല്ലെ. ഇതുണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും അല്ലെ. ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാം അല്ലെ അല്ലെ. ഓക്കെ, അപ്പൊ നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയാലോ. എന്തത് അവർക്ക് വേറെ സാധനം വേണമെന്ന്. ഓക്കെ ഓക്കെ, പക്ഷെ ഇത് നല്ലതാട്ടോ. അവർക്ക് വേറെ സാധനം ഒന്നും ഉണ്ടാക്കി കൊടുക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ ഇതേപോലത്തെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് എടുക്കുമ്പോ നനഞ്ഞ ഗ്ലാസ് പാടില്ല അല്ലെ. നനഞ്ഞ ഗ്ലാസ് പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡൊക്കെ കുതിർന്നു പോകും. അപ്പൊ അത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൈദ, കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇനി നിങ്ങക്ക് മൈദപ്പൊടിക്ക് പകരം ചിലവര് ചോദിക്കും ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമുണ്ടോന്ന്. ഗോതമ്പ് പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. ഇതൊരു പശ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ചുകൂടി വീഡിയോ ഒന്നും കഴിയില്ല. അപ്പൊ ഇനി നമ്മള് ബ്രെഡിന്റെ ഉള്ള ചോക്ലേറ്റ് വെച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ചോക്ലേറ്റ് വയ്ക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചിലപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്കത് മൈദ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേറെ സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ കാണില്ലേ, നിൽക്ക് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാം. എന്നിട്ട് നിനക്കുണ്ടാക്കാം. ഇനി നമ്മൾ ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലത്തെ ഗ്ലാസ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പം അതിൻ്റെ പുറത്തുള്ള ആൾക്കാരെനിക്ക് നമുക്ക് കണ്ടെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രെഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്ലൈസ്, ഈ ബ്രെഡ് നമുക്ക് പൊടിച്ചിട്ട് നമ്മളിപ്പോൾ ബ്രെഡ് ക്രംസ് വേണമെന്ന് പറഞ്ഞില്ലേ, ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിത് പൊടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ആ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഭംഗിയിലാണ്ട് എടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ പുറത്ത് കുറച്ച് നിൽക്കണില്ലേ, അതങ്ങനെ നിന്നോട്ടെ. എന്നിട്ട് നമ്മളിത് പതുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്.
പക്ഷെ അത് കുഴപ്പമില്ല. അത് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് കുറച്ച് ഹാർഡായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇത് കുറച്ച് പൊന്തിയിട്ടാണല്ലോ ഇരിക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ നല്ല തിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മൈദ അങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഫില്ലായിക്കോളും അത്. പിന്നെ നമ്മൾ ഇപ്പം ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ നല്ല ഭംഗിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതിങ്ങനെ ഈ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ വിട്ട് നിൽക്കണില്ലേ, അത് അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല ഒട്ടും ഓയിൽ പിടിക്കില്ല. മൈദ ഇതേപോലെ തിക്കായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് കുതിർന്ന് പോവുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ സൈഡ് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ഈ മൈദയിൽ ഇങ്ങനെ മുക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക്. അത് ഈ സൈഡിൽ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ കൈ കൊണ്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതും കൂടിയും തേച്ചാലല്ലേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഈ മൈദ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി അവിടെ ഒട്ടിയിരിക്കുന്നുണ്ട്, കാരണം നമ്മളത് ആ സൈഡ് നമ്മൾ അങ്ങോട്ട് അത്രയ്ക്കാണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുത്തില്ലല്ലോ. ഇതേ അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകണം. നീന അത് ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിലേക്ക് ആക്കി. അപ്പോൾ 2 പേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. കാരണം എൻ്റെ കൈമ ഇപ്പോൾ ഓൾറെഡി ഈ മൈദയുടെ മിക്സിങ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ കട്ട പിടിക്കും. അത് എല്ലായിടത്തും ഇട്. ഞാൻ ബ്രെഡിനൊന്ന് തിരിച്ചു വെച്ചേ, പതുക്കെ എടുത്താൽ കുഴപ്പമില്ല. പതുക്കെ തിരിച്ചു വയ്ക്കും. അതിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല. മതി. ഒന്ന് അമർത്തി എടുത്തേ, അല്ലെങ്കിൽ അമ്മ കൈ ഇടേണ്ടി വരും ചിലപ്പോൾ. ഒന്നിനും എടുക്ക്, കുടഞ്ഞോളെ ബാക്കിയുള്ളത്. അത് അവിടെ തന്നെ വയ്ക്ക്. വേറൊരു പ്ലേറ്റ് എടുത്തേ. അപ്പം ഞാൻ എൻ്റെ കൈ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്, കാരണം നീനയ്ക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ അത്രയ്ക്ക് അറിയുള്ളൂ. കാരണം നമ്മൾ ബ്രെഡുമ്മ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ അവിടേക്കാണ്ട് കുഴിഞ്ഞു പോകും കേട്ടോ. അവിടെ ഈ സൈഡിലൊന്നും ആയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്കൊന്നും ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് 2 സൈഡിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ആ മൈദ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളത്തിൽ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ അങ്ങോട്ട് കുതിർന്നു പോകും കേട്ടോ. അതെ ഇതേപോലെ കിട്ടും. അപ്പോൾ ഈ നമുക്ക് ഒരെണ്ണോടി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ഇപ്പോൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ഒരെണ്ണോടി ഉണ്ടാക്കാം. അടുത്തത് നീ ഉണ്ടാക്കോ? ഓക്കെ. അടുത്തത് നീനയാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് വെച്ചോ. ഇപ്പോൾ ചെറിയ ചെറിയ പീസ് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത് വെക്കാം. നമുക്ക് അമ്മയുടെ ചോക്ലേറ്റ്. ഇതെനിക്ക് വാലന്റൈൻസ് ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നാ കേട്ടോ. 5-6 ഉണ്ടായിരുന്നു. ഇവരൊക്കെ എടുത്തുകൊണ്ട് കഴിച്ചു. ഓ എനിക്ക് റെഡ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിക്കാണ്ട് വെച്ചിരുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ വെക്കണത് കേട്ടോ. അത് നമുക്ക് അന്നത്തെ ദിവസം ഉണ്ടാക്കേണ്ടതായിരുന്നു അല്ലേ. ഓക്കെ. ഇത് റെഡിയാക്കി കഴിയുമ്പോ ഓക്കെ നിൽക്കുക. പക്ഷെ ഇതും കൂടി വെക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് വെച്ച ചോക്ലേറ്റ് കുറഞ്ഞു പോകും. ഇതും കൂടി വെക്കിട്ട്. എനിക്ക് ചോക്ലേറ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ അത് വയ്ക്കും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യും. ഈ ബ്രെഡും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഈ ബ്രെഡിൻ്റെ കുഴപ്പമാണെന്ന് തോന്നിയിട്ട്. എല്ലാവരും അങ്ങനെ എടുക്കുമ്പോൾ പൊട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യും. നമുക്കങ്ങനെ പൊട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ അതനുസരിച്ചിട്ട് മൈദ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടില്ലായിരിക്കും. പക്ഷേ ഞാൻ ഇതിനു മുമ്പൊക്കെ ഉണ്ടാക്കിയപ്പോഴും പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ടൈപ്പ് ബ്രെഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം ബ്രെഡ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ദൈവമേ, നീ അത്ര കോരി ഒഴിക്കില്ല. കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. മൊത്തം ഒഴിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ബ്രെഡ് അല്ലേടി, അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അത് ഇങ്ങനെ വലിച്ചെടുക്കില്ലേ. നീ അങ്ങനെ ചെയ്ത് വരുമ്പോൾ സംഗതി ശരിയാവില്ല. ഓക്കെ. ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കും. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഇതേപോലത്തെ 3 ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം നിനക്ക്, ഒരെണ്ണം അലീനക്ക്.
പിന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ പുറത്തേക്ക് പോകും. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ കൂട്ടിയിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. പാർട്ടിക്കൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആ സമയമാകുമ്പോൾ നിങ്ങൾ എടുത്ത് വറുത്താൽ മതി. കാരണം അത് കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കണം അല്ലേ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തുറക്കുമ്പോൾ നല്ല ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്ന് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്ന് നമ്മൾ തിരിച്ച് മറിച്ച് തരണം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആണല്ലോ. ഒരു സൈഡ് ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം. ഈ മറ്റേ സൈഡ് തിരിച്ചിടാണ്. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക. തീ ഒന്നും കുറച്ച് വെക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ ചോക്ലേറ്റൊക്കെ പിന്നെ ചൂടായിട്ട് ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ഇതൊട്ടും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ബ്രെഡ് ക്രംസൊക്കെയും നമ്മൾ ആ മൈദയുടെ മിക്സിക്ക് നല്ല തിക്കായിട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസൊക്കെ അത് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഒന്നും കൂടി തിരിച്ച് മറിച്ചിട്ടെ. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഒറ്റ സൈഡ് മാത്രം മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പെട്ടെന്ന് വറുത്ത് കോരിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ചോക്ലേറ്റ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി തുറന്നാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തിരക്ക്. അപ്പോൾ നമ്മുടെ ബ്രെഡിന്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടിയിട്ട് തുറന്നു നോക്കാം അല്ലേ. ആര് തുറക്കും? ഓക്കെ, എന്നോട് തുറന്നോളം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തുറന്നോട്ടെ. നല്ല മുരിഞ്ഞ സൗണ്ടാക്കി വരുന്നുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ചേട്ടൻ എങ്ങനെ ഇരിക്കണേ നോക്കട്ടെ. ഇതാ ഇരിക്കണോ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് മെൽറ്റായിട്ട്. ഈ ബ്രെഡിന്റെ ഉള്ളിലായിരുന്നാലും ഒട്ടും ഓയിൽ കുടിച്ചിട്ടില്ല കേട്ടോ. ചോക്ലേറ്റ് ആ ചൂട് കൊണ്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. മോൾ ഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. മണം ഉണ്ടല്ലേ, നല്ല മണാക്കിണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഗതി. ഇതാണ്ട് ചൂടോട് കൂടിയിട്ടാണ്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കഴിച്ച് നോക്കാം അല്ലേ നീന? കഴിച്ചോട്ടെ. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അല്ലേ. പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, ഉള്ളില് ചോക്ലേറ്റ് ആണ് മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും കഴിക്കാൻ അല്ലേ, നല്ല രസം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അല്ലെ. അപ്പൊ കുട്ടികളൊക്കെ ഈ ചോക്ലേറ്റ് ഒക്കെ കിട്ടുമ്പോ എടുത്തു വെക്കുക അല്ലെ. എന്റെ വീട്ടില് ബ്രെഡ് വാങ്ങുമ്പോ ഇതേപോലെ റെഡി ആക്കിയിട്ട് നോക്കാം. ഇനിയിപ്പോ ചോക്ലേറ്റ് ഇപ്പൊ തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ചോക്ലേറ്റ് വാങ്ങാം അല്ലെ. എനിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്ത് പപ്പയുടെ അടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നോണേ. അങ്ങനെയുണ്ടോ? അവർക്ക് പപ്പ മാത്രം വാങ്ങിച്ചോളൂ, അമ്മ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് പപ്പയുടെ അടുത്താണ് കൂടുതൽ അല്ലെ. പപ്പയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും ഇവരേനും കൊണ്ട് കടയിലേക്ക് പോകുമ്പോ പപ്പ പറയും എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളം പറയും. അപ്പൊ മമ്മി ഇങ്ങനെ കുറെ ഇങ്ങനെ ജങ്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ അമ്മ ചീത്ത പറയും അല്ലെ. പക്ഷെ പപ്പയുടെ കൂടെ പോകുമ്പോ അതൊന്നും പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും വാങ്ങാം അവർക്ക്. അതൊക്കെയാണ് എല്ലാ കുട്ടികൾക്കും അങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ പപ്പയുടെ അടുത്ത് പറയാം എല്ലാവരും ചെന്നിട്ട് പപ്പ വേഗം വാങ്ങിച്ചു തരും ചോക്ലേറ്റ്. എന്നിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ട് നോക്കാം. സൂപ്പർ സാധനം കേട്ടാ.